പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എന്നെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദൈവമഹത്വത്തിനായി സാക്ഷ്യങ്ങൾ പറയാൻ എന്നെയും തിരഞ്ഞെടുക്കണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പേര് ഫില്ലി ബിനോയ്. ഞാൻ പാലക്കാട് ജില്ലയിലെ മംഗൾ ഡാമിൽ സെൻറ്റ് ഫ്രാൻസിസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളാണ്. എൻ്റെ മോള് ഞാൻ 2023 ഫെബ്രുവരി 18 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോള് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴ്സ് കംപ്ലീറ്റായി 2 പ്രാവശ്യം എക്സാം എഴുതി നോക്കിയെങ്കിലും പാസ്സായില്ല. അപ്പം മാതാവേ, ഇനി എന്ത് ചെയ്യും? സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ ചെയ്യുകയെന്നിങ്ങനെ ഞാൻ ആലോചിച്ച് പ്രാർത്ഥിച്ച് വിഷമിച്ചിരുന്ന സമയത്ത് മാതാവേ, അപ്പോൾ എൻ്റെ ഉടമ്പടി 2 വർഷത്തോളം ആവാറായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 2 വർഷം തികയുന്ന ദിവസം മാതാവേ, എനിക്കൊരടയാളം തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ ദിവസം തന്നെ മോൾക്ക് പെട്ടെന്ന് ടെൽക്ക് എക്സാം എഴുതാനായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ കോഴ്സ് കൂടാനായിട്ടൊരു ആഗ്രഹം തോന്നാനും അത് പരിചയത്തിലുള്ളൊരു അച്ഛനെ വിളിച്ചന്വേഷിച്ച് അച്ഛൻ പെട്ടെന്ന് അവിടെ ഒരു സീറ്റ് മാത്രം വേക്കൻസി ഉണ്ടാവുകയും ചെയ്തു. മോൾ അവിടെ പോയി കോഴ്സ് കൂടി ഉടനെ തന്നെ ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ഒറ്റ ചാൻസിൽ തന്നെ 4 മോഡ്യൂളും പാസ്സാവാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എക്സാം കഴിഞ്ഞ് തന്നെ പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോഴാണേലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ വിസ വരെ നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള അനുഗ്രഹം നൽകി. അതിനമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതെൻ്റെ മോനാണ്. അവനും മെക്കാനിക്കൽ എഞ്ചിനീയറിങ് പാസ്സായ ഉടനെ തന്നെ ക്യാമ്പസ് സെലക്ഷൻ സമയത്ത് കോളേജിൽ വന്ന ഏറ്റവും നല്ല കമ്പനിയിൽ തന്നെ ആകെ 2 പേരെ അവർ സെലക്ട് ചെയ്യുള്ളായിരുന്നു. അതിൽ ഒന്നാമനായിട്ട് അവനെ സെലക്ട് ചെയ്തു. അവനും ഇപ്പം നല്ല ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇതിനെല്ലാം മാതാവിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാനിവിടെ വന്നപ്പം ഒരാഗ്രഹം, എനിക്കും മാതാവെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് അപ്പോഴത്തേക്കിന് ഏജൊക്കെ ഓവറായി 43 വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെയൊന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കിന് ഞാനൊരു എഫേർട്ട് എടുക്കാതെ തന്നെ കാനറ ബാങ്കിൽ എനിക്ക് ബിസിനസ് കറസ്പോണ്ടൻ്റായിട്ട് ജോലി ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ചായിട്ട് വന്ന് ഒരു ജോലിയും നൽകി അനുഗ്രഹിച്ചു. ഇതിനെല്ലാം മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയുന്നു. പിന്നെ ഞാൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കിണറ്റിലെ വെള്ളം എടുത്ത് ഒരു കവള് കുടിച്ചപ്പോൾ എൻ്റെ നാവിന് എപ്പോഴും ഇങ്ങനെ ഒരു നീറലും വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കവള് വെള്ളം കുടിച്ചു. അന്ന് അവിടെ തിരക്കായിരുന്നു. അപ്പോൾ ഒരു കവള് വെള്ളം എനിക്ക് കിട്ടിയുള്ളൂ. അത് ഞാൻ കുറച്ച് നേരം വായിൽ വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. പിന്നെ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും നാവിൽ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ പരട്ടിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ ഇത്ര നാളായിട്ട് എനിക്ക് ആ നീറലും വേദനയൊന്നുമില്ല. ഇതിനെല്ലാം മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു ഈശോയ്ക്കും. പ്രേക്ഷിത പ്രവർത്തനം, സാക്ഷ്യങ്ങൾ, ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യം ഷെയർ ചെയ്യാറുണ്ട്, പത്രം പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ അടുത്തൊരു വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനമുണ്ട്. അവിടെ പോയി 2 മണിക്കൂർ സമയം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വാരി കൊടുക്കുന്നു, പാത്രം കഴുകുന്നു, ഡ്രസ്സെല്ലാം മാറ്റാനും സിസ്റ്റേഴ്സിൻ്റെ കൂടെ സഹായിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മെച്ചപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും മാസത്തിലൊരിക്കലെങ്കിലും വൈകിപ്പോയാലും മാസത്തിൽ 1 കുമ്പസാരിക്കാനും കുടുംബ പ്രാർത്ഥനയും എല്ലാം മുടക്കാതെ ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം തന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്കും ഈ അൽത്താരയിൽ നിൽക്കാൻ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. മോളെ എക്സാമിൻ്റെ കാര്യം പറയും. ഞാൻ 2 പ്രാവശ്യം ഗോയിത്തെ എക്സാം എഴുതി നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ഫുൾ മൊഡ്യൂളായിട്ട് എഴുതാനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ തവണ 2 മൊഡ്യൂളും പിന്നെ 3 മൊഡ്യൂളും അങ്ങനെ എഴുതി നോക്കിയത്. പക്ഷേ 2 പ്രാവശ്യം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അമ്മ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. ഞാൻ ഫെബ്രുവരി 26 ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ടെൽക്കിൻ്റെ പ്രിപ്പറേഷന് പോയി. അവിടെ തന്നെ ഫസ്റ്റ് എക്സാമിന് അവർ തന്നെ ഡേറ്റ് എടുത്ത് തന്നു. എക്സാമിന് ഡേറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അവർ തന്നെ ഡേറ്റ് എടുത്ത് തന്നു. ആ പ്രാവശ്യം ഫസ്റ്റ് എഴുതിയപ്പോൾ തന്നെ 4 മൊഡ്യൂൾ ഒരുമിച്ച് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോൾ ആണെങ്കിലും നമുക്ക് ഏതൊരു ഏജൻസിയിൽ കൊടുക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ അമ്മയ്ക്കാണതൊരു മാതാവ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ ഏജൻസിയിൽ കൊടുത്തു. 2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും നടന്ന് വിസ വരെ കൈ കിട്ടി. മാർച്ച് ലാസ്റ്റിലേക്ക് ഞാൻ ജർമ്മനിക്ക് പോവാണ്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.
ഒരിക്കൽ കൂടി മാതാവിനോട് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനിയും നിത്യതയോളം ഉടമ്പടിയിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. പിന്നെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പാസ്സായതിന് ശേഷം ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതും നല്ലൊരു പ്രസ്റ്റീജിയസ് കമ്പനിയിൽ തന്നെ മെയിൻ്റനൻസ് സൂപ്പർവൈസറായിട്ട് തന്നെ ഈ മകന് ജോലിയും ലഭിച്ചു. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം നാം കാണുന്നതാണ്. പല മക്കൾക്കും മെറിറ്റുണ്ട്, പലരും പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷേങ്കിൽ ഉടമ്പടി മക്കൾ സെലക്ഷൻ ആകുന്നത് അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഒരു പക്ഷേ നമുക്കതിന് മെറിറ്റിലായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ എല്ലാവർക്കും മെറിറ്റ് കാണാം. പക്ഷേ നമ്മളെ അവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അങ്ങനെയാണ് ആ 2 പേരെ സെലക്ഷൻ ചെയ്തതിൽ ഈ മകനെയാണ് ആദ്യം സെലക്ട് ചെയ്തത്. പല മക്കൾക്കും മെറിറ്റ് കാണും, പക്ഷേങ്കിൽ സെലക്ഷൻ ആവുന്നത് ഉടമ്പടിയിലെ മക്കൾക്കാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. പിന്നീട് ഈ മകൾ ഒരിക്കലും ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചില്ല. കാരണം 43 വയസ്സായി, ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ജോലി പ്രതീക്ഷിച്ചില്ല. അതാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞ പോലെ ഈ മകൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മകൾക്ക് കാനറ ബാങ്കിൽ ബിസിനസ് കോറസ്പോണ്ടൻ്റായിട്ട് 43-ാമത്തെ വയസ്സിലാണ് ഈ ജോലി കിട്ടുന്നത്. നമ്മൾക്ക് അറിയാത്ത വഴിയിലൂടെയാണ് ഉടമ്പടി മക്കളുടെ കരം പിടിച്ച് ഈശോയും അമ്മയും നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുക്കാം. ദൈവം മുന്നിലുണ്ട്, പരിശുദ്ധ അമ്മ കൂട്ടായുണ്ട്. നമ്മൾ കരം പിടിച്ച് മുന്നോട്ട് നടന്നാൽ നമ്മൾക്കൊരിക്കലും വഴി തെറ്റില്ല. ഈശോയിലും അമ്മയിലും വിശ്വാസത്തിലധികം വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഈശോയുടെയും അമ്മയുടെയും കൂടെ ട്രീസ ബിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.